ഇതാണ് കേട്ടോ നമ്മുടെ ശരിക്കുള്ള ആ മൂളിൽ നിന്നുള്ള ഇത് കണ്ട. ഈ കാലൊക്കെ നല്ല തണവുണ്ട് കേട്ടോ, ഈ വെള്ളത്തിന് നല്ല തണവുണ്ടേ. ഫോൺ എന്തായാലും നനഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരുവിധം പരമാവധി നനയ്ക്കാണ്ട് നോക്കുന്നുണ്ട്, എന്നിരുന്നാലും നനയുണ്ട്. ഫുള്ള് ആൾക്കാർ ഇതാ ഫാമിലി ആയിട്ട് വരാൻ നല്ലതാ. എല്ലാവരും ഉണ്ട് ഇവിടെ. അവിടെ നിന്ന് വെള്ളമൊഴിച്ച് പോകുന്നുണ്ട്. നല്ല തണവുണ്ട് കേട്ടോ വെള്ളത്തിന്, നല്ല തണവുണ്ട്. ഗൈഡുണ്ട് നമ്മുടെ ഒപ്പം. അത് അങ്ങോട്ട് കയറി പോകണ്ടെന്നുള്ള മുന്നറിയിപ്പാണ് തന്നത്. വലിയ ഇത് കുഴപ്പമില്ല, ഇവിടെ നടക്കാൻ കുഴപ്പമില്ല. ഇവിടെ കയറൊക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ, ധൈര്യമായിട്ട് നടക്കാം. ശരിക്കും മഴക്കാലത്ത് വരണം. ഒരു കുട ഉണ്ടെങ്കിൽ സൂപ്പറായിരുന്നു കേട്ടോ. നമ്മൾ ഫുള്ള് കവർ ചെയ്താണ്. ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുട എടുക്കാത്തതിന് അങ്ങോട്ട് ഇറങ്ങിക്കാൻ പറ്റില്ല. അവിടെ നല്ലോണം ഇതുണ്ടാവും. അവര് എപ്പോഴും കൈ കൂട്ടും, കയറാൻ പറയും. ആ നല്ലതാ. അപ്പം അങ്ങനെ അത്രയാണ് ഇന്നത്തെ കാഴ്ചകൾ കൂടുതലും. ഇതാണ് ധോണി വെള്ളച്ചാട്ടം. ശരിക്കും പറഞ്ഞാൽ ഈ സമയത്ത് വെള്ളം ഇങ്ങനെ പെയ്തു തുടങ്ങണ ഒരു സമയമായി തുടങ്ങണമല്ലോ. അപ്പം അതുകൊണ്ടാണ് നമുക്കിവിടെ നിൽക്കാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഒന്നും ഇവർ ഇങ്ങനെ നിർത്തും തോന്നണില്ല. ശരിക്കും പറഞ്ഞാൽ 2 ഗൈഡ് ഉണ്ടായിരുന്നു. 30 പേർക്ക് ഒരു ഗൈഡ് എന്ന നിലയ്ക്കാണ്. പിന്നെ നമ്മൾ ഇപ്പോൾ പോണ ആൾക്കാർ ഇത്തിരി സ്ലോ ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇവർ പിന്നിൽ ഒരാൾ ഉണ്ടാവും നോക്കാനായിട്ട്. അങ്ങനെയാണ് നമുക്ക് ആ ചേട്ടനെ കിട്ടിയത്, ഗൈഡിനെ. പിന്നെ കുഴപ്പമില്ല. അതേ ഇപ്പം ഇങ്ങോട്ട് കയറിയപ്പോൾ നല്ലോണം മഴയായി. ഞാൻ മഴ ഉണ്ടാവില്ല എന്നിട്ട് തലയിലത്തെ സാധനം കൂരി ഇതേ ഇങ്ങനത്തെ കിറ്റാക്കി. പക്ഷേ കാര്യമില്ല, ഇപ്പോൾ ഇതേ മഴ നല്ല മഴയായി, നിർത്തിയില്ല. അതേ വെള്ളച്ചാട്ടം കണ്ട, ഇതേ മഴ വെള്ളം വന്ന് തുടങ്ങിയിട്ടുണ്ട് കണ്ട. നേരത്തേക്കാളും വെള്ളം ഉണ്ട്. ഇനി ഇവിടെ അങ്ങോട്ടും ഇത് തന്നെയാണ് അവസ്ഥ. കേറ്റി സെറ്റാക്കി